ഇന്ന് അങ്ങനെ വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മഹാസമാധിയാണ് നടക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് സന്യാസ ശ്രേഷ്ഠന്മാരെയൊക്കെ വിളിച്ച് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, ഇപ്പം നടത്തുന്നത് പോലെ ഇവർക്ക് ഇത് ആദ്യം നടത്തുകയായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലൂടെ ഒന്നും കടന്നു പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊരു ചോദ്യമുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ മാധ്യമ പ്രവർത്തകർ ആൾക്കാരെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓരോ വാർത്തകൾ കൊടുക്കുന്നത് കാണുമ്പം ഒരു സഹതാപം തോന്നുവാണ്. കാരണം സ്വാഭാവിക മരണമാണ് ഗോപൻ സ്വാമിയുടെ എന്ന് പറഞ്ഞ് എല്ലാ ന്യൂസ് ചാനലുകളിലും ഭയങ്കര ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന കണ്ടു. അതായത് ഈ സ്വാഭാവിക മരണം എന്ന് പറഞ്ഞത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പം മേത്ത് ചതവോ മുറിവുകളോ ഒന്നുമില്ല. അതാണ് അവർ സ്വാഭാവിക മരണമെന്ന് ഉദ്ദേശിച്ചത്. ബാക്കി കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ആന്തരാവയവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോറൻസിക്കും അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മിക്കവാറും ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഇത് സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അത് നെയ്യാറ്റിൻകര SHO വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടും മാധ്യമങ്ങളെല്ലാവരും സ്വാഭാവിക മരണം, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമാണ് എന്ന് വാർത്തകളിലെല്ലാം ന്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരാളിത് കാണുമ്പം ശരിക്കും സമാധിയായ മനുഷ്യനാണ്, നമ്മളൊക്കെ വെറുതെ അവരുടെ കുടുംബത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്നുള്ള രീതിയിലൊക്കെ സാധാരണക്കാർ പെട്ടെന്ന് ഈ ന്യൂസ് കേൾക്കുമ്പം വിചാരിക്കും. അതിനുശേഷം വീണ്ടും ആ വാർത്തയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോഴാണ് അറിയൂ, അത് പ്രത്യക്ഷത്തിൽ കാണുമ്പം മേത്ത് ചതവോ മുറിവോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അതൊരു സ്വാഭാവിക മരണമാണ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പം. അതാണ് എല്ലാവരും ഉദ്ദേശിച്ചത്. പക്ഷേ ന്യൂസ് ചാനലുകാർ ആ വാർത്ത കൊടുത്ത് വേറൊരു ലെവലിലേക്കാക്കി വെച്ചിട്ടുണ്ട്. ഗോപൻ സ്വാമിയെ ഇപ്പോൾ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരുണ്ട്. പല ആചാര്യശ്രേഷ്ഠന്മാരും ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ളവർ. അങ്ങനെ ഇല്ലാത്തവരുണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു കേസിൽ അത് എത്രത്തോളം ഉള്ളൊരു കാര്യമാണെന്ന് ശരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ മാധ്യമപ്രവർത്തകർ കൊടുക്കുന്ന ന്യൂസും കണ്ട് അതും വിശ്വസിച്ച് ഇപ്പം മറ്റേ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കുടുംബം മൂത്ത മകൻ, ഇളയ മകനെ കാണാനില്ല. ഇളയ മകനെ ആദ്യത്തെ ആ ന്യൂസ് ടൈമിൽ അങ്ങ് കണ്ടു എന്നല്ലാതെ പിന്നീട് പുള്ളീനെ കാണുന്നില്ല. പുള്ളി എവിടെ പോയെന്ന് അറിയില്ല. ഇപ്പോൾ ഉള്ളതെല്ലാം മൂത്ത മകനാണ്. അപ്പം ഹിന്ദു ഐക്യവേദിയും ആ മൂത്ത മകനും കൂടി ഇപ്പം ഭയങ്കര ഒറ്റക്കെട്ടായിട്ട് എൻ്റെ അച്ഛനെ അവർ ആവശ്യമില്ലാതെ കൊണ്ടുപോയി കീറി മുറിച്ചു, ആവശ്യമില്ലാത്ത തരത്തിലുള്ള അന്വേഷണം നടത്തി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വരുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആ പോസ്റ്റ് ഇപ്പം മരണം സ്വാഭാവികമാണെന്ന് തന്നെ വിചാരിച്ചോളൂ. എങ്കിൽ പോലും ഒരു സംശയം ഉണ്ടാകില്ലേ നാട്ടുകാർക്കാണെങ്കിലും പോലീസിനാണെങ്കിലും കോടതിക്കാണെങ്കിലും? കാരണം അത്രയും നാൾ ലോകത്തുണ്ടായിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് മരിക്കുന്നു, നാട്ടുകാരെ ആരെയും അറിയിക്കുന്നില്ല, ഒരു ഡോക്ടറെ കാണിക്കുന്നില്ല, പെട്ടെന്ന് കൊണ്ട് സമാധിക്കുള്ളിൽ വെക്കുന്നു, അത് സ്ലാബ് വെച്ച് മൂടുന്നു. അത്രയും ചെയ്യുമ്പോൾ തന്നെ എന്താണ് പറയുക, ആർക്കാണേലും ഒരു സംശയം വരും. ആ സംശയത്തിൻ്റെ പുറത്ത് എടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്തതാണ്. അതിപ്പോൾ സ്വാഭാവിക മരണമാണെങ്കിലും അല്ലെങ്കിലും അതൊരു അനിവാര്യതയുള്ള കാര്യമായിരുന്നു. അത് തന്നെയാണ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇന്ന് നടത്തുന്ന മഹാസമാധി അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നൊരു കാര്യമാണ്. കാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇനി പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ടും കൂടി വരാനേ ഉള്ളൂ. എങ്കിൽ പോലും അവർക്ക് മഹാസമാധി നടത്തണോ? അവർ നടത്താം. കാരണം അതിനുള്ളൊരു നിയമമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അവകാശം അവർക്കുണ്ട്. ആരും അതിനെ തടയാൻ വരുന്നില്ല. അത് ഹിന്ദു ഐക്യവേദിൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞു, ഇതൊരു ജാതീയമായ രീതിയിൽ നടത്തുന്ന പരിപാടിയല്ല. ഹിന്ദുക്കൾക്കാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈ പരിപാടി വന്ന് കാണാം, ഇതിൽ പങ്കെടുക്കാം. ഇത് അത്തരത്തിലുള്ളൊരു ഒറ്റയ്ക്ക് ഹിന്ദുക്കൾ മാത്രം നടത്തുന്ന ഒരു പരിപാടിയായിട്ട് ഒതുക്കി തീർക്കില്ല. ഇതൊരു മഹാസമാധിയാണ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ ആയിക്കോട്ടെ, പിന്നീട് അവരൊരു മഹാസമാധി നടത്തും, അതിനവിടെ തീർത്ഥാടകരുടെ എണ്ണം കൂടും, അതൊക്കെ മറ്റൊരു ഭാഗമാണ്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷേ എങ്കിൽ പോലും ഗോപൻ സ്വാമിയെ ആ സമാധിയിൽ നിന്ന് പുറത്തെടുത്തതിനെ ഇപ്പോഴും എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ എതിർപ്പ് എന്തിനാണ്? അവർക്ക് ഈ കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണോ? അതോ മനസ്സിലാകാത്തത് പോലെ അഭിനയിക്കുന്നതാണോ? അതോ നാട്ടിൽ ശരിക്കും ഒരു വർഗീയത ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയും കൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നറിയില്ല. എന്താണെങ്കിലും ആ സമാധി പൊളിച്ച് ഗോപൻ സ്വാമിയെ പുറത്തെടുക്കുകയും അത് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന സമാധികൾക്ക്
ഒരു കണക്കുണ്ടാവില്ലായിരുന്നു. അപ്പം പിന്നെയും പറയാനുള്ളത്, മാധ്യമങ്ങളുടെ ഈ തെറ്റായ വാർത്ത കൊടുക്കുന്ന പരിപാടി നിർത്തുക. സ്വാഭാവിക മരണമെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത് ആൾക്കാർ മൊത്തത്തിൽ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിൻ്റെ ഫോറൻസിക് ഫലങ്ങളൊക്കെ ഇനിയും പുറത്ത് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ട് മൊത്തത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നടക്കാൻ പറ്റുമോ. പോലീസുകാരൊക്കെ അവരുടെ കറക്റ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഈ മഹാസമാധിയെക്കുറിച്ച് നോക്കുന്നില്ല. അവർ കൃത്യമായി ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ റിസൾട്ടുകൾ വരാൻ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. മറ്റൊരു സൈഡിലാണെങ്കിൽ ഒരു ചേട്ടൻ, അതായത് ആ സമാധി പൊളിച്ച ചേട്ടൻ, ഒരു റിപ്പോർട്ടർ വന്ന് ഭയങ്കരമായ രീതിയിൽ പേടിപ്പിക്കുന്നുണ്ടോ. അതായത് ആ സമാധി പൊളിച്ചപ്പം നിങ്ങൾക്കൊരു പേടിയില്ലായിരുന്നോ, നിങ്ങളൊരു വിശ്വാസിയല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആ സമാധി പൊളിക്കാൻ കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു സമാധി പൊളിച്ചൊരു ചേട്ടനെ എടുത്ത് പേടിപ്പിക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്കതൊന്നും വിഷയമുള്ള കാര്യമല്ല, ഞാനൊരു വിശ്വാസിയാണ്, ആ അമ്പലത്തിൽ കയറി രാവിലെ തൊഴുതിട്ടാണ് പോയി അത് പൊളിച്ചതും, കോടതി വിധിയാണ്, അതെൻ്റെ ജോലീൻ്റെ ഭാഗമാണ്. പക്ഷേ എൻ്റെ ടാർപ്പ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. എൻ്റെ 6 ടാർപ്പ പോലീസുകാർ മേടിച്ചുകൊണ്ട് പോയതാണ്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനി എപ്പോൾ കിട്ടുമെന്നറിയില്ല. ഇനിയിപ്പോൾ മഹാസമാധിയാണ്, അത് കഴിഞ്ഞിട്ടേ കിട്ടൂ. പക്ഷേ ആ ടാർപ്പൻ്റെ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ടിരിക്കും, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അത് മറ്റൊരു സൈഡിൽ കൂടെ നടക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ഫലങ്ങളൊക്കെ പുറത്തു വരട്ടെ, എന്നിട്ടേ മാധ്യമങ്ങളുടെ ഈ തെറ്റായ രീതിയിലുള്ള വാർത്ത കൊടുക്കൽ ഇനി ഉണ്ടാകാൻ പാടൂ. പക്ഷേ അല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കാർ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. നമ്മുടെ നിയമ സംവിധാനത്തിനെതിരെ വെറുതെ ആൾക്കാർ തിരിയും. സമാധിക്ക് അനുകൂലമായിട്ട് ഒരുപാട് ആൾക്കാർ വരും, ആ കുടുംബത്തിന് അനുകൂലമായിട്ട് ഒരുപാട് ആൾക്കാർ വരും. കുടുംബത്തിന് അനുകൂലമായിട്ട് ആൾക്കാർ വരണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ഇതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് പുറത്ത് വരട്ടെ, എന്നിട്ടേ അതിൻ്റെ അകത്തൊക്കെ കടക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെങ്കിലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം.